അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഹൈക്കിംഗ് ഇങ്ങനെ തുടങ്ങുകയാണ്. നേരത്തെ തുടങ്ങിയിട്ട് 7 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. 37 കിലോമീറ്ററാണ്. ഹോങ്കോങ്ങിലെ ഒരു ടഫസ്റ്റ് ഹൈക്കിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. 37 കിലോമീറ്റർ ഡെവിൽ ഫീസ്റ്റാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ഇല്ല. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പകുതി വഴിയെത്തും ഒരു എക്സിറ്റ് ഉണ്ട്. പക്ഷേ ആ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എക്സിറ്റ് ആയിക്കഴിഞ്ഞാലും നമ്മളിപ്പോൾ നടന്നതിലും കൂടുതൽ വഴി ഒരു 8 കിലോമീറ്റർ അങ്ങാണ്ട് നടന്നാലേ നമ്മൾ പുറത്തെത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അതിൽ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഈ വഴി എത്ര വഴി തിരിച്ചു വരണം, വേറൊരു എക്സിറ്റും ഇല്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കണ്ടില്ലേ, കോലം കണ്ടില്ലേ, നല്ല പട്ടിയായി. എന്നാലും നമ്മൾ ഇത് മുഴുവിപ്പിക്കുന്നുള്ള വാശിയിലാണ് കേട്ടോ. ഒരു മല ഇറങ്ങും പിന്നെ കയറ്റം, പിന്നെ ഇറങ്ങും പിന്നെ കയറ്റം, ഒരു രക്ഷയില്ല. പക്ഷേ ഞങ്ങൾ 2 ആണുങ്ങളാണുള്ളത്, 12 ലേഡീസും ഉണ്ടായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും അധികമൊന്നും എടുക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ള ഇതില്ല. മൊത്തം ഞങ്ങളിത് കവർ ചെയ്ത് 9 മണിക്കൂർ എടുത്തു കേട്ടോ. അപ്പോൾ ഒരു വിശ്രമമോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു മീഡിയം സ്പീഡിൽ നടക്കുക എപ്പോഴും. പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും നമ്മൾ ടയേർഡായില്ല എന്ന് മാത്രം. അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മുടെ ഏകദേശം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതല്ല നമ്മുടെ സ്ഥലം, ഇതൊരു കയ്യിൻ്റെ ഒരു ആകൃതിയെ കാണില്ലേ. ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കഴിഞ്ഞ് പടായി, ശരിക്കും പടായി എന്ന് പറയാമല്ലോ. ഇതാണ് കേട്ടോ, അതാ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണില്ലേ, ഒരു ചേച്ചി എടുക്കണില്ലേ, അതാണ് നമ്മുടെ സംഗതി. ഡെവിൾ ഫീസ്റ്റ് എന്നാണ് പറയാം. ഒരു ഹൊറർ ഒരു ഇത് ഉണ്ട് കേട്ടോ, ഒരു ഹൊററിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെ വലിയ ഗവൺമെൻറ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറാനോ അങ്ങനെ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് അതിൻ്റെ സംഗതി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതിനെപ്പറ്റി ചെക്ക് ചെയ്താൽ ഞങ്ങൾക്കറിയാം. അത്രയും 4 മില്യൺ വർഷം അത്രയും കണ്ടൊക്കെ പഴക്കമുള്ളതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ കണ്ടു, തിരിച്ച് നടന്നു. എന്താ പറയുക, 2 ദിവസം കിടപ്പിലായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ചെയ്തിട്ട് ഒരാഴ്ചയായി. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം യുദ്ധത്തിൻ്റെയും ഇതും കാരണം ഒരു മൈൻഡ് ഒരു നല്ല രീതിയിലല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇടാത്തത്. ഒരു ഹാപ്പി ഇതല്ല. പിന്നെ ജോലി തിരക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പോയ വഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ ശരി.